ഹലോ, എല്ലാവർക്കും മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു വെജ് പുലാവ് ഉണ്ടാക്കാമെന്ന് കണ്ടാലോ? പുലാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് കണ്ടാലോ? ബസുമതി റൈസ് വെച്ചിട്ടാണ് വെജ് പുലാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 2 കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് 1/2 കപ്പ്. ഇത് കറി വയ്ക്കുന്ന ഉണങ്ങിയ ഗ്രീൻ പീസ് അല്ല, പച്ച ഗ്രീൻ പീസാണേ. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് 1/2 കപ്പ്. ക്യാരറ്റ് കട്ട് ചെയ്തത് 1/2 കപ്പ്. ഗ്രീൻ ബീൻസ് കട്ട് ചെയ്തത് 1/2 കപ്പ്. കോളിഫ്ലവർ കട്ട് ചെയ്തത് 1/2 കപ്പ്. ഒരു സവാള ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്തത്. 3 വറ്റൽമുളക് നടുകെ കട്ട് ചെയ്തത്. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് നെയ്യ്, ഉപ്പ് പാകത്തിന്. വെജ് പുലാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജ് പുലാവിനുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചെറുതായി ഒന്ന് സ്ലൈസ് ചെയ്തത്, 3 വറ്റൽമുളക് നടുകെ കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് 1/2 കപ്പ്. ക്യാരറ്റ് കട്ട് ചെയ്തത് 1/2 കപ്പ്. ഗ്രീൻ ബീൻസ് കട്ട് ചെയ്തത് 1/2 കപ്പ്. കോളിഫ്ലവർ കട്ട് ചെയ്തത് 1/2 കപ്പ്. ഗ്രീൻ പീസ് 1/2 കപ്പ്. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ചിലർക്ക് മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഫ്ലേവർ ഒന്നും ഇഷ്ടമാവൂലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണേ. ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാമേ. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചോറ് വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 1 കപ്പ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് മാറ്റാം. കണ്ടില്ലേ, അങ്ങനെ വെജ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി, റൈസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.